നമസ്കാരം. ഞാനും എൻ്റെ സതീശനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതെല്ലാം കൂടി സൃഷ്ടിച്ചെടുത്തതാണ്. AKG സെന്ററിലെ വറ്റും വാങ്ങി തിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു എന്ന് കോൺഗ്രസിലെ ഈ അണികളെ പുളകിതരാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം രാത്രി സുധാകരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് വായിച്ച് പുളകിതരായതിനു ശേഷം ഞങ്ങളുടെ സുധാകരൻ ഇട്ട പോസ്റ്റാണ്. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാ മാധ്യമങ്ങളുടെ കുറ്റമാണ്. ആ പോസ്റ്റ് അദ്ദേഹം ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അണികൾക്ക് ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി ഇട്ട പോസ്റ്റാണെന്ന് ധരിച്ച് പുളകം കൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം അറിയുക, സുധാകരന്റെ ഫേസ്ബുക്ക് ID അത് അങ്ങേറതല്ല. എത്ര പേർക്കറിയാം? സുധാകരൻ എന്ന പേരും ആ ഫോട്ടോയും മാത്രമേ സുധാകരനായിട്ടുള്ളൂ. ആ ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇടാൻ സുധാകരന് പറ്റില്ല. എന്തുകൊണ്ടല്ലേ? അത് സുധാകരന്റെ ഓണർഷിപ്പിലുള്ള പേജ് അല്ല. എത്ര പേർക്കറിയാം? ഇപ്പൊ നിങ്ങൾക്ക് പറയാം, അതായത് അവർ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ആകാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ അവൻ കുത്തിത്തിരിപ്പുമായിട്ടുള്ള കമ്മി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. സുധാകരന്റെ ഫേസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം, അപ്പൊ വിശ്വസിക്കുമല്ലോ. ദേ, സാധാരണഗതിയിൽ ഒരു ഫേസ്ബുക്ക് ID സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? അവനവന്റെ മെയിൽ ID വേണോ വേണ്ടയോ? ആണല്ലോ, അതിലാണല്ലോ തുടങ്ങുന്നത്. കാര്യം ഫേസ്ബുക്കുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ എന്തിലാ വരുന്നത്? നേരെ മെയിലിലും ഈ പേജിൽ നോട്ടിഫിക്കേഷനുമായിട്ടാണ് വരുന്നത്. പിന്നീട് ഒപ്പം അതിന്റെ SMS വരാനുള്ള ഫോൺ നമ്പർ എന്തെങ്കിലും അതിനകത്ത് കൊടുക്കാം. നിങ്ങൾ നോക്കിയേ, ഏത് മെയിൽ ID അതിന്റെ ഡീറ്റെയിൽസ് ആണ്, ആ പേജിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കിയേ, ഇത് ആരുടെ പേരിലാണ്? ഡിസ്ക്ലൈമർ സുധാകരനാണ്. പക്ഷേ ഇമെയിൽ അഡ്രസ് ഒന്ന് വായിച്ചു നോക്കി ആരാണ്? സുധാകരന് ലിജോ തയ്യിൽ YC@gmail.com എന്ന ID നിന്നാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സ്വന്തം പേരിലുള്ള മെയിൽ ID അല്ല, ലിജോ തയ്യിൽ എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ള ID വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉടനെ കരുതും, ലിജോ തയ്യിൽ എന്ന് പറയുന്ന ഒരു പേരിൽ അദ്ദേഹം ഒരു Gmail ID ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഫോട്ടോ കാണിച്ചു തരും. ആരാണ്? ദേ, ഈ കാണുന്ന ഫോട്ടോ ഉണ്ടോ? സുധാകരനോടൊപ്പം ഒരു നീല ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. ഇതാരെന്നറിയോ? ഇതാണ് ലിജോ തയ്യിൽ. ആരാണ് ലിജോ തയ്യിൽ എന്ന് നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ KPCCയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇദ്ദേഹത്തെ സ്റ്റാഫ് ആക്കിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? പക്ഷെ ഇദ്ദേഹം സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹമാണ് സുധാകരന് നേരത്തെ ചില കച്ചവട ഏർപ്പാടുകൾക്കൊക്കെ വേണ്ട ഇടനിലക്കാരനായത്. ഏത് കച്ചവടം? നമ്മുടെ മോൻസൺ മാവുങ്കലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പറ്റിച്ച കുറച്ച് സുഡാപ്പികളുണ്ടല്ലോ, ആ സുഡാപ്പികളുടെ നോമിനി ആയിട്ടാണ് ആര്? സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയാകുന്നത് ലിജോ ഈ സുധാകരന്റെ സ്വന്തം ആളായിട്ട് മാറുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഒപ്പം മറ്റേ കേസുമായി ബന്ധപ്പെട്ട പല സുധാകരന്റെ ചുറ്റിക്കളികളെ കുറിച്ച് നല്ല ധാരണയുണ്ട്, പെടുത്തി വച്ചിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ലിജോയ്ക്കിപ്പോ ഒഴിവാക്കാൻ പറ്റുന്നില്ല. പാർട്ടിയിലതും ഒപ്പം സകലമാന സുധാകരനുമായി അടുപ്പമുള്ള സകലമാന പേരും ഇദ്ദേഹത്തെ KPCCയിൽ നിയമിക്കരുതെന്ന് പറഞ്ഞിട്ടും ആ തീരുമാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സുധാകരൻ ഈ ആളെ ഇപ്പോ ആരാക്കിയിരിക്കുന്നത്? KPCCയിലെ സ്റ്റാഫ് ആക്കിയിരിക്കുന്നത്. അപ്പോ സുധാകരന്റെ പേജിന്റെ ഡീറ്റെയിൽസ് നോക്കൂ. സ്വന്തമായിട്ടൊരു പേജ് തുടങ്ങിയ വ്യക്തിയാണെങ്കിൽ സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാകും, സ്വന്തം ഡീറ്റെയിൽസിലായിരിക്കും തുടങ്ങുന്നത്. അല്ലാതെ ആരും തുടങ്ങൂല്ല. പ്രത്യേകിച്ച് ഒരു KPCC പ്രസിഡന്റ്, ഒരു MP ആയിരിക്കുന്ന വ്യക്തികൾ മറ്റൊരാളുടെ പേരിൽ ഫേസ്ബുക്ക് ID തുടങ്ങിയാൽ അതിന്റെ ഓണർഷിപ്പ് ഉണ്ടാകുമോ? എപ്പോഴും വേണോ ഈ പേജ് ഡിലീറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? അത് ഈ ലിജോയ്ക്കാണ്. അത് വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുധാകരൻ അതിൽ എന്തെങ്കിലും പങ്കുണ്ടാവും? കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? അപ്പോ നിങ്ങൾക്ക് പറയാം, അത് എല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷേ എല്ലാവരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം ID നിന്ന് തുടങ്ങിയ കാര്യത്തെ ചിലപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കും. ഓണർഷിപ്പ് തന്റേതല്ല, മറ്റൊരാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സുധാകരൻ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പേജ് എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജ്, അതിനകത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ സുധാകരൻ അല്ലെന്നേ. നേരെ ചൊവ്വേ 4 വാചകങ്ങൾ കൃത്യമായിട്ടോ നല്ല വാക്കുകളോ ഉപയോഗിച്ച് സുധാകരൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്നലെ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്കിലെ ഏതാനും ചില വാചകങ്ങളും നോക്കിയേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോട്, കഴിഞ്ഞ നിയമസഭയ്ക്ക് ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമ്മൾ വിജയിച്ചു. ഇത് കണ്ട് വിറളി പിടിച്ച ചില മാധ്യമ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന വ്യാജ വാർത്തകളിൽ നിങ്ങൾ ആരും തളരരുത്. നിങ്ങളിൽ ആവേശവും അഭിമാനവും ഉണ്ടാക്കുന്ന പദ്ധതികൾ പടിപടിയായി നടപ്പിലാക്കുന്ന ശ്രമത്തിലാണ് കോൺഗ്രസ് എന്ന് തുടങ്ങി
കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ക്യാപ്റ്റൻ എന്ന തലക്കെട്ടോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മുൻപ് അഭിമുഖം നടത്തി കേരളത്തെ വഞ്ചിച്ച ചില മാധ്യമ പ്രവർത്തകരും സ്ഥാപനങ്ങളുമാണ് ഈ അധമ വാർത്തയുടെ പിന്നിൽ. AKG സെന്ററിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന വറ്റുകൾ കീശയിലാക്കി ഇവർ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത്രയും നല്ല വാചകങ്ങൾ എഴുതാനുള്ള ശേഷി സുധാകരനുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പക്ഷെ ഉണ്ട്. ആർക്ക്? സതീശനുണ്ട്. സതീശൻ എഴുതിയ പോസ്റ്റിനെ സുധാകരന്റെ പേജിൽ ലിജോയെ കൊണ്ട്, ലിജോ എന്ന് പറഞ്ഞാൽ നേരത്തെ എറണാകുളത്തുള്ള സ്വദേശിയാണ്, എറണാകുളത്തുകാരനായിട്ടുള്ള സതീശന്റെ ഓൺ കക്ഷിയായിട്ടുള്ള ആള് സുധാകരനെ പെടുത്തി സുധാകരനെ കൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കൊണ്ട് സതീശൻ എഴുതി കൊടുപ്പിച്ച് അത് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് ഇട്ടതാണ്. വിശ്വാസം വരുന്നില്ല അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇത് നിങ്ങളുടെ അടുത്ത് ഇത്രയും കൃത്യമായ തെളിവുകളോടുകൂടി കാണിക്കേണ്ടി വരുന്നത് എങ്ങനെയായിരിക്കും ചോർന്ന് കിട്ടിയിട്ടുള്ളത്? ഈ പേജ് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടൂ അല്ലേ? അല്ലാതെ പുറത്തുനിന്നുള്ള ആർക്കും കിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും സുധാകരന്റെ പേജിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് ചോർന്ന് വന്നിട്ടുള്ളതായിരിക്കും? അത് കോൺഗ്രസ്സുകാർ ചോർത്തി തന്നതാണെന്ന്. അല്ലാതെ എന്തായാലും എനിക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഇതെന്ന് എടുക്കാനുള്ള ശേഷിയില്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ തന്നതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് വാർത്ത വരേണ്ടതുണ്ടെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇവർ തമ്മിലുള്ള ഈ പടപ്പുറപ്പാട് അല്ലെങ്കിൽ തമ്മിലടി കണ്ട് നിവർത്തികെട്ട് ഈ സംവിധാനം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗക്കാർ കോൺഗ്രസിനകത്ത് ഉണ്ടെന്നേ. ഈ അടുത്ത ദിവസമായിട്ട് എനിക്കെതിരെ വാർത്ത ചോർത്തി എന്ന് താരകേശൻ കരഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. എന്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു? താരകേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ സഹിക്ക വയ്യാതെയും പാരലൽ ആയിട്ടുള്ള ഒരു KPCC പ്രസിഡന്റ്, സൂപ്പർ KPCC പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം സ്വന്തമായി സർക്കുലർ ഇറക്കുകയും പാർട്ടിക്ക് സമാന്തരമായി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പഴയ AUI ഒന്നുമല്ല, ഇത് വേറെ ഡിജിറ്റൽ വെച്ചുകൊണ്ട് താൻ KPCC പ്രസിഡന്റ് പാർട്ടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. സുധാകരനെ അവിടെ വെറും ഒരു മറ്റേ എന്ത് പറയാ, നമ്മളെ ഈ പുലി ഉണ്ടെന്ന് പറഞ്ഞ പുലിയുടെ പാവയുണ്ട്, ഒറിജിനൽ പുലിയുണ്ട്, അതുപോലെ ഒരു പാവയെ വച്ചയ്ക്കും പോലെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഗിർ സിംഹമാണെന്നൊക്കെ പറയുന്നുണ്ട്. സിംഹമില്ല, പൂച്ചയില്ല, വെറും പടമാക്കി അവിടെ ഇരുത്തിക്കൊണ്ട് പാർട്ടിയുടെ മുഴുവൻ ഈ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ നിയന്ത്രണം സതീശൻ നടത്തിക്കൊണ്ടിരുന്നതിനെ ചോർത്തി വാർത്തയാക്കിയതിന്റെ പേരിൽ സതീശൻ ഇപ്പോ വല്ലാതെ പിണങ്ങി പരിവഹിച്ച് കിടക്കുകയാണ്. അത് ചെയ്തത് സുധാകരനാണെന്നുള്ള പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോ സകലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് സുധാകരന്റെ അണികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്നേ. കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പുറത്തു വരും. തന്നെ വെള്ള പൂശാൻ വേണ്ടി സതീശൻ ഒരു പോസ്റ്റ് എഴുതിച്ചിട്ട് സുധാകരന്റെ പേജിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് സുധാകരൻ പറഞ്ഞതായി മാറൂ? ഈ നാട്ടിൽ എഴുത്തും വായന അറിയോ? അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ സുധാകരൻ പറയാൻ ശേഷിയുള്ള വാചകങ്ങൾ ഏതെന്ന് ഈ നാട്ടുകാർക്ക് മനസ്സിലാകില്ലേ? അപ്പോ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ മറ്റൊരു സൂപ്പർ KPCC പ്രസിഡന്റ് കളിയാണ് ഈ നാട്ടിലില്ലാത്ത, എവിടെ? ലണ്ടനിൽ ചുറ്റാൻ പോയിരിക്കണം. അതിനെ സംബന്ധിച്ച് ഉടനൊരു വാർത്ത വരുന്നുണ്ട്. എന്തായാലും ലണ്ടനിൽ ചുറ്റാൻ പോയിരിക്കുന്ന നമ്മുടെ ഗിർജിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് സതീശൻ എഴുതി കൊടുത്ത പോസ്റ്റ് ഇട്ടതിന് ശേഷം അത് സുധാകരന്റെ വായിൽ തിരികെ പുറത്തേക്ക് പറഞ്ഞ് സതീശനും ഞാനും ഇപ്പോ മച്ചാനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. ഇത് തെളിവ് സഹിതം നിങ്ങളെ കാണിച്ചു തരുന്നത് കോൺഗ്രസ്സുകാർ കൂടി സഹായിച്ചതുകൊണ്ടാണ്. അപ്പോ കോൺഗ്രസിനകത്തെ തമ്മിലടിയല്ല, ആ തമ്മിലടി തീർന്നു എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തരികിട നമ്പറാണ് ഈ നടന്നതെന്ന് നിങ്ങളെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. അപ്പോ എന്തെല്ലാം കൃത്രിമത്വം എന്ന് ആലോചിച്ച് നോക്കും. സുധാകരൻ എന്ന പാവയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിൻസി ഡ്രൈവിംഗ് സതീശൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സതീശന് ഇപ്പൊ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി സുധാകരന്റെ പേജിലൂടെ സതീശൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സതീശന്റെ വലം കൈയായിട്ടുള്ള സുധാകരനെ ലോക്കിട്ട് നിർത്തിയിരിക്കുന്ന ലിജോയെ കൊണ്ട് ഇടിയിച്ചു. ലിജോയുടെ പേരിലും ലിജോ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടാണ് സുധാകരൻ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാചകങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നത്. സുധാകരൻ അറിഞ്ഞോ അല്ലെങ്കിൽ മനസാ വാച കർമ്മണ പോലും ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല. ഈ വിവരം ഇപ്പൊ ആരെങ്കിലും ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴായിരിക്കും ചിലപ്പോ UK നിൽക്കുന്ന സുധാകരൻ അറിഞ്ഞിട്ടുള്ളത്. ഞെട്ടൽ ഇതുവരെ മാറിക്കാണില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറയൂ. അപ്പോ ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ. സുധാകരന്റെ ഫേസ്ബുക്ക് ID സതീശന്റെ സ്വന്തം ആൾ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സതീശൻ തന്നെ എഴുതിയിട്ട് കൊടുത്തതാണ് പുറത്തേക്ക് വന്നത്. കണ്ട് കോൾമയിർ കൊള്ളുന്നവർ നിങ്ങൾ വീണ്ടും വഞ്ചിതരായി എന്ന് മാത്രമേ അറിയിക്കാനുള്ളൂ.